എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം രണ്ട് സുപ്രധാന മാറ്റങ്ങളാണ് 2025 സംഭവിക്കാൻ പോകുന്നത്. ഈ മാർച്ച് 29 ശനി രാശി മാറുന്നു. മെയ് 14 വ്യാഴവും രാശി മാറുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളും ഓരോരുത്തരുടെയും രാശിപ്രകാരമുള്ള അവസ്ഥകളെ വലിയ അളവിൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാശിയുടെയും മാറ്റം മൂലം പ്രയോജനം കിട്ടുന്ന, എങ്ങനെ പ്രയോജനം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയുടെ മാറ്റം കൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടും വളരെയധികം ഒരുപോലെ നേട്ടങ്ങൾ കൈവരിക്കുന്ന രണ്ട് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സാധാരണഗതിയിൽ ശനി സുസ്ഥാനങ്ങളിൽ വരുമ്പോൾ വ്യാഴം നീചസ്ഥാനങ്ങളിൽ ഏതെങ്കിലും വരികയും ഈശ്വരാധീനം മറഞ്ഞു പോവുകയും ചെയ്യും. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. വ്യാഴം നല്ല സ്ഥാനത്ത് വരുമ്പോൾ ശനി കണ്ടകസ്ഥാനത്തോ ഏഴരാണ്ട് ശനിയുടെ സ്ഥാനത്തോ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് ഭൂരിഭാഗം രാശിക്കാരുടെയും അവസ്ഥ ഇപ്പം ഈ വരാൻ പോകുന്ന മാറ്റത്തിൽ. എന്നാൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റം കൊണ്ട്, ശനിയുടെ മാറ്റം കൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന രണ്ട് രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലരും നേരിട്ട് വിളിച്ചിട്ട് കൺസൾട്ടേഷന് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കോളുകൾ ഒരു സമയത്ത് തന്നെ കയറി വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഓൺലൈൻ കൺസൾട്ടേഷനും മറ്റുമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും ഓൺലൈൻ കൺസൾട്ടേഷൻ അതുപ്രകാരം ലഭിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് രാശിക്കാരെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായിട്ട്, ഒരു 2.5 വർഷത്തിന് ഏറെയായിട്ട് പലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ച് പോരുന്ന രാശിക്കാരാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു, ബന്ധുജന വിരോധങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു, കാര്യ തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള അനവധി ദുരിതങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി കണ്ടകസ്ഥാനത്ത് നിന്നും സർവാഭീഷ്ട സ്ഥാനമായ 11 ഗ്രഹചാരം നടത്തുന്നത്. ശനിയുടെ ഈ രാശിമാറ്റം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. അടുത്തത് വ്യാഴമാണ്. വ്യാഴം 12 ഇപ്പോൾ ജന്മത്തിലുമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജന്മത്തിൽ നിന്നും 2 വ്യാഴത്തിൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. ഇത് രണ്ടും വളരെയധികം ഗുണപ്രദമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാവിധ നേട്ടങ്ങൾ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ സ്ഥാനമാണ്, ഐശ്വര്യത്തിൻ്റെ സ്ഥാനമാണ്, വാക്കിൻ്റെ സ്ഥാനമാണ്. അപ്പം ഈ 2 ഗ്രഹങ്ങളും വളരെയധികം ഗുണപ്രദമായിട്ട് ഗോചരാൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ, പ്രത്യേകിച്ച് വ്യാഴം 1 വർഷമാണ്. അപ്പോൾ 2025 മെയ് 14 മുതലുള്ള 1 വർഷം പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. നേരത്തെ പറഞ്ഞ രീതിയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഈ രാശിക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ബന്ധുജന വിരോധങ്ങളുണ്ട്, കാര്യ തടസ്സങ്ങളുണ്ട്, ധനനഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള ഇത് കൂടാതെ
ആരോഗ്യ സംബന്ധമായിട്ടും പലവിധ പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനവും സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും വന്നു ചേരുക മാത്രമല്ല, ആരോഗ്യപരമായിട്ട് നേരിട്ട് കൊണ്ടിരുന്ന എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാലയളവാണ് വരാൻ പോകുന്നത്. കഷ്ടകാലം പൂർണ്ണമായിട്ടും ഈ രാശിക്കാരെ വിട്ടൊഴിയുകയാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും പലതരത്തിലുള്ള അവഗണനകളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി പരിഗണനയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളുമെല്ലാം വന്നു ചേരുന്ന വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലയളവാണ് ഇടവൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം കൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന മറ്റൊരു രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാൻ രാശിയാണ്. തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് കണ്ടകശനി കാലം, അതുകൂടാതെ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന കാലം, അപ്പോൾ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം തൊഴിൽപരമായിട്ടൊക്കെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഒരുപക്ഷെ ഒരു സർജറിയിലൊക്കെ വരെ എത്തിയ കാലഘട്ടം കടന്നു പോയിട്ടുണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ, തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഒക്കെ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബപരമായിട്ട് വളരെയേറെ പ്രയാസങ്ങൾ ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടാണ് ഈ രാശിക്കാർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ മാറ്റവും ഒപ്പം വ്യാഴത്തിൻ്റെ മാറ്റവും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലയളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുരനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ദുരനുഭവങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുകയും ശനി 6-ൽ സഞ്ചരിക്കുകയാണ്. 6-ലേക്ക് ശനി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശനിക്ക് പ്രയോജനം കിട്ടുന്ന ഒരു രാശിയാണ് ഉപജയസ്ഥാനമായ 6-ാം ഭാവം. അപ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആരോഗ്യപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടുന്നതാണ്. കുടുംബസുഖം കിട്ടുന്നതാണ്. വിവാഹ തടസ്സമൊക്കെ നേരിട്ടിരുന്നവർക്ക് വിവാഹം സാധ്യമാകുന്നതാണ്. തൊഴിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി നല്ല തൊഴിൽ ലഭ്യത ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും പ്രതിസന്ധികൾ മാറിയില്ലെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ് രംഗം പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ രാശിക്കാർക്ക് കഴിയുന്നതാണ്. ദാമ്പത്യപരമായിട്ടുള്ള പല വിഷയങ്ങളെയും അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതാണ്. സന്താന സംബന്ധമായിട്ട് ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടും. രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം വളരെയധികം അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവുമെല്ലാം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്കും വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന 2 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റ് പല രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശനിയും വ്യാഴവും
ഒരുപോലെ ഗുണകരമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പലർക്കും ശനി അനുകൂലമാകുമ്പോൾ വ്യാഴം പ്രതികൂലമായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളും ദോഷഫലങ്ങളും ഉള്ള രാശിക്കാരുണ്ട്. എങ്കിലും ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഈ 2 ഗ്രഹങ്ങളുടെയും രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന 2 രാശികളെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.